അതിൽ മറ്റൊരു കാര്യം കൂടി എന്താണെന്നറിയോ, നമ്മളൊരു ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ അതിനൊരു ആക്ഷനായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു പരിശ്രമവും നമ്മുടെ മനസ്സിലുണ്ടാകണം. പ്രത്യേകിച്ച് ഇന്റേൺഷിപ്പിനൊക്കെ പോകുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് പ്രോജക്റ്റ് തരുന്ന സമയത്ത് ഒരു ഐഡിയ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഐഡിയ ഉണ്ടാവുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നൊക്കെ. വളരെ പഴകി ഉപയോഗിച്ച നല്ല ഒത്തിരി കാലങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു പരസ്യവാചകമാണ്. അതിൻ്റെ എക്സിക്യൂഷൻ ലെവലിൽ കൊണ്ടുവരാനുള്ള ഒരു ചെറിയ ശ്രമമെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അത് പൂർണ്ണമായും ഒരുപക്ഷെ സക്സസ് ആയിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മൾ വിദ്യാർത്ഥിയാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമ്പസിൽ നമ്മൾ ജീവിക്കുന്ന ഒരു സമയത്ത് നമുക്കങ്ങനെ സാമ്പത്തികമായിട്ടൊക്കെ അതിനെ പൂർണ്ണ തോതിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഒരു ചെറിയ എക്സിക്യൂഷൻ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷമുണ്ടാകുന്നത്, നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആകുന്നത്. ഇത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നറിഞ്ഞിട്ട് വേണമല്ലോ ഐഡിയ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ. എൻ്റെ ഒരു സുഹൃത്ത് അവനിങ്ങനെ ഇടയ്ക്ക് തമാശയ്ക്ക് പറയാറുണ്ട്. എന്താണെന്നറിയോ, നമ്മൾ സാറിന് പറയാറുണ്ട് തിങ്ക് ട്വൈസ് ബിഫോർ വി ഡു എന്നുള്ളത്. ഇവൻ പറയുന്നത് ഡു ട്വൈസ് ബിഫോർ വി തിങ്ക് എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു കാര്യം ചിന്തിക്കുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ചെയ്തു നോക്കുക എന്നുള്ളതാണ്. ഞാൻ അവനെ തമാശയ്ക്ക് പറയുന്നതാണ്, അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതായത് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് എക്സിക്യൂഷൻ്റെ ലെവലിലേക്ക് കൊണ്ടുവന്ന് എന്തായിരിക്കും അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്, ആ പ്രോഡക്റ്റ് എന്തായിരിക്കും എന്ന് കാണാൻ അതേ ആഗ്രഹിക്കുന്ന ആളുകളും നമ്മുടെ ചുറ്റിനുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. ഓർത്ത് വയ്ക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഐഡിയാസ് ഉണ്ടാവുക എന്നുള്ളത് പരമപ്രധാനമാണ്. പക്ഷേ അതിനെ എക്സിക്യൂഷൻ ലെവലിൽ, പ്രാക്ടിക്കൽ ലെവലിൽ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കണം നമ്മുടെ ക്യാമ്പസുകളിൽ പലപ്പോഴും കൊടുക്കേണ്ടത്.